ഈ വീഡിയോ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. കാരണം ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗതാഗത മന്ത്രി, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഇദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് നിരന്തരം ചെയ്യേണ്ടി വരും. നമ്മുടെ നാട്ടിലെ പല പത്രങ്ങളുടെയും ചാനൽ വാർത്തകളിലും ഒതുങ്ങി പോകേണ്ടതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും ലൈഫ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചിട്ട് അദ്ദേഹം ഒരു യൂസ്ഡ് കാർ എടുത്തു. ആ കാർ എടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ കത്തിപ്പോയി. ഭാഗ്യത്തിന് അന്ന് ആ വാഹനത്തിൽ യാത്ര ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഫാമിലി അല്ലായിരുന്നു, കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേരായിരുന്നു. വണ്ടിക്ക് തീ പിടിച്ചപ്പോൾ തന്നെ അവർ ചാടി പുറത്തിറങ്ങി. അതുകൊണ്ട് ആളപായം ഉണ്ടായില്ല. വണ്ടി പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. നമ്മൾ സാധാരണ ഒരു വണ്ടി പൂർണ്ണമായിട്ടും കത്തി നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമിന് പോകും. അദ്ദേഹം ഇൻഷുറൻസ് ക്ലെയിമിന് പോയപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കിയത്. 2020 മോഡൽ ഒരു കിയ സെൽറ്റോസ് ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഒരു വാഹനമാണ് അദ്ദേഹം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വണ്ടി 2025 അദ്ദേഹം മേടിക്കുന്നത്. 2022 ഈ വാഹനം ഒരു തവണ 15 ലക്ഷം രൂപ റിപ്പയർ കോസ്റ്റ് പറഞ്ഞിട്ട് ടോട്ടൽ ലോസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അന്ന് ഈ വാഹനത്തിന് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആണ്. ഇദ്ദേഹം വണ്ടി മേടിക്കുന്ന ടൈമിൽ ഈ വാഹനത്തിന് ഫുൾ കവർ ഇൻഷുറൻസ് 15 ലക്ഷം രൂപ IDVയിൽ കൊടുത്തിരിക്കുന്നതും ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആണ്. വണ്ടി തീ കത്തി, പോലീസ് കേസായി. കുന്നമംഗലത്ത് വെച്ചിട്ടാണ് തീ കത്തിയത്. ആ കത്തിയ വാർത്തയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ന്യൂസ് ആയിരുന്നു. ഒരു വൈറൽ വീഡിയോ ആയിരുന്നത്. ഒരു സെൽറ്റോസ്, ഒരു വൈറ്റ് കളർ സെൽറ്റോസ് കിടന്ന് കത്തുന്നത്. ഈ കത്തിയതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകുന്ന ടൈമിൽ അതിൻ്റെ എന്താ പറയുക, ഒരു വിക്ടിം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. കാരണം ലോൺ പോലും എടുക്കാതെ അദ്ദേഹം അഡ്വാൻസ് ഉണ്ടാക്കിയ കാശിനാണ് ഈ വണ്ടി മേടിച്ചത്. അത് 15 ലക്ഷം രൂപയ്ക്ക് അല്ലേ. അദ്ദേഹം ആകെ ഒരു ആഴ്ച മാത്രമേ വണ്ടി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ. വണ്ടി ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വണ്ടിക്ക് DPFൻ്റെ കംപ്ലയിൻറ്റുകൾ വന്നു. അങ്ങനെ വണ്ടി റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് കീഴിൽ കൊടുത്തു. പിന്നീട് അവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ വണ്ടി കത്തിപ്പോയി. ഇതാണ് ഉണ്ടായത്. പക്ഷേ ക്ലെയിമിന് പോയ ടൈമിലാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഈ വണ്ടി 2022 ടോട്ടൽ ലോസ് ചെയ്ത വണ്ടിയാണ്. അതായത് 15 ലക്ഷം രൂപ എസ്റ്റിമേഷൻ അന്ന് 2022 കിയെന്ന് കൊടുത്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിന് അദ്ദേഹത്തിന് കിട്ടി. ക്ലെയിമിന് പോയപ്പം ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയുന്നത് ഓൾറെഡി ടോട്ടൽ ലോസ് ചെയ്തൊരു വാഹനം എങ്ങനെ വീണ്ടും ടോട്ടൽ ലോസ് ചെയ്യാൻ പറ്റും? ഒരു വണ്ടി നമ്മുടെ നാട്ടിൽ ടോട്ടൽ ലോസ് ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആ വാഹനത്തിൻ്റെ RC ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? ഇത് കൺസ്ട്രക്റ്റീവ് ടോട്ടൽ ലോസ് ആക്കി കാണിക്കും. എന്നിട്ട് RC അടക്കം വേറെ ഏതെങ്കിലും കച്ചവടക്കാർക്ക് വെക്കും. അവർ ഈ വണ്ടി വീണ്ടും റിപ്പയർ ചെയ്ത് തട്ടിക്കൂട്ട് പണിയൊക്കെ എടുത്തിട്ട് വീണ്ടും റോഡിലിറക്കും. അത്തരം വാഹനങ്ങൾക്ക് തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കംപ്ലയിൻറ്റ് നമ്മുടെ ഗതാഗത മന്ത്രിക്കും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും തന്നിട്ടുണ്ടായിരുന്നു. ഒരു മറുപടിയും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ പരാതികളൊക്കെ ബുക്കാണ് ചെയ്തത്. ഇതിന് ശേഷം ഞാൻ 1 വർഷം മുമ്പേ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അതായത് ഇത് ഇൻഷുറൻസ് കമ്പനി ഒരു വണ്ടി ടോട്ടൽ ലോസോ കൺസ്ട്രക്റ്റീവ് ടോട്ടൽ ലോസോ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ പരിവാഹനിൽ റിപ്പോർട്ട് ചെയ്യാം. പരിവാഹൻ വെബ്സൈറ്റിൽ ഒരു വാഹനത്തിൻ്റെ നമ്പർ അടിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു തവണ കൺസ്ട്രക്റ്റീവ് ടോട്ടൽ ലോസോ അല്ലെങ്കിൽ ടോട്ടൽ ലോസോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അത്തരം ഒരു ഡീലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതിനൊരു നിയമ നടപടി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തപ്പോൾ ഹൈക്കോടതി ജഡ്ജ് തന്നെ പറഞ്ഞു ഇത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കേസാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഹൈക്കോടതി നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. മാസം 10 കഴിഞ്ഞിട്ടും, അതായത് ഇത്രയും കാലമായിട്ട് നിങ്ങൾ അതിന് മറുപടി തന്നിട്ടില്ല. ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഈ ലോസിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ ഗതാഗത മന്ത്രിയും തന്നെയാണ്.